പുതിയ ആരോപണവുമായി ഇസ്രായേൽ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഹമാസ് ഇപ്പോൾ നടത്തുന്നത് മനഃശാസ്ത്രപരമായ തീവ്രവാദമാണെന്ന ആരോപണമാണ് ഇസ്രായേൽ സർക്കാർ ഉയർത്തുന്നത്. മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ബന്ദികളാക്കിയവരുടെ പട്ടിക പുറത്തുവിട്ടതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം ഈ പട്ടികയിൽ പേരുള്ള പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല എന്നതാണ്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ വിട്ടയക്കാനുള്ള 34 ബന്ദികളുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകര സംഘടന മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം ഹമാസിന് പോലും വ്യക്തതയില്ല എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിക്കുന്നത്. 34 പേരിൽ നിലി ഡമാരി എന്ന ബ്രിട്ടീഷ് വനിതയുടെ പേരും ഉൾപ്പെടുന്നുണ്ട്. ഹമാസ് വിട്ടയക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ 10 സ്ത്രീകളും 11 പുരുഷന്മാരുമാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. കൂടാതെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് പുരുഷന്മാർ എല്ലാവരും തന്നെ. മറ്റൊരു കാര്യം, ഇവരിൽ പലരും രോഗികളാണ്. പക്ഷേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന പ്രകാരം ഈ പട്ടിക കഴിഞ്ഞ വർഷം ജൂലൈയിൽ തങ്ങൾ നൽകിയ പട്ടികയെന്നായിരുന്നു. ആ സമയത്ത് ഹമാസ് നേതൃത്വം ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിരുന്നുമില്ല. ഹമാസ് നൽകിയ ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ വീട്ടുകാർ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് ഒരു വ്യക്തതയും ഇല്ല എന്ന നിലപാടിലാണ് അവർ നിൽക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയ 1 വയസ്സും 5 വയസ്സുമുള്ള 2 കുട്ടികളും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഹമാസ് വെളിപ്പെടുത്തിയത്. പിന്നെ എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. ഹമാസ് നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ കുടുങ്ങരുതെന്ന് ഇസ്രായേൽ ഔദ്യോഗിക വൃത്തങ്ങൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് ഹമാസ് ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്നതെന്ന് സർക്കാർ ശക്തമായി കുറ്റപ്പെടുത്തി. ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ 100 പേർ ഇപ്പോഴും ബന്ദികളായി കഴിയുന്നുവെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഇവരിൽ 2023 നവംബറിൽ കുറെ ബന്ദികളെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി വിട്ടയക്കുകയും ചെയ്തിരുന്നു.